രഞ്ജി ട്രോഫിയിൽ വിദർഭയ്ക്ക് കിരീടം. ഫൈനൽ മത്സരം സമനിലയിൽ കലാശിച്ചതോടെ ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ കരുത്തിലാണ് വിദർഭ കിരീടം ചൂടിയത്. അഞ്ചാം ദിനം രണ്ടാം ഇന്നിംഗ്സിന്റെ മൂന്നാം സെക്ഷൻ വരെ ബാറ്റ് ചെയ്ത വിദർഭ 413 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം ഉയർത്തിയതോടെ കേരളം ആദ്യ ഫൈനൽ മത്സരം അടിയറ വഹിച്ചു. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്ര ചേരുന്നുണ്ട്. വിശദാംശങ്ങൾ അതുല്യ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കാത്തിരിപ്പുകൾക്കൊടുവിലാണ് കേരളം രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ എത്തുന്നത്. ഗുജറാത്തിനെയും അതുപോലെ തന്നെ രഞ്ജി ട്രോഫിയെ സംബന്ധിച്ചിടത്തോളം രഞ്ജി ട്രോഫിയിലെ രാജാക്കന്മാരായ മുംബൈയും എല്ലാം തകർത്തുകൊണ്ടാണ് കേരളം ഫൈനലിൽ എത്തിയത്. എന്നാൽ കേരളത്തിൻ്റെ ആ ഒരു പ്രതീക്ഷകൾക്ക് വിരാമം ഇട്ടുകൊണ്ടാണ് ഇന്ന് വിദർഭ ഫൈനലിൽ പോരാട്ടത്തിൽ സമനില പിടിച്ചുകൊണ്ട് ജയിച്ചത്. ആദ്യ ഇന്നിങ്സിൽ കളിക്കാൻ ഇറങ്ങിയപ്പോൾ 379 റൺസ് വിദർഭ നേടിയിരുന്നു. എന്നാൽ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ കേരളത്തിന് 342 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ആ ഒരു സമയത്ത് തന്നെ ഒരു 37 റൺസിൻ്റെ ലീഡ് വിദർഭയ്ക്ക് ലഭിച്ചിരുന്നു. അതിനുശേഷം രണ്ടാം ഇന്നിങ്സും കളിക്കാൻ ഇറങ്ങിയപ്പോഴും വിദർഭയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായൊരു ബാറ്റിംഗ് നിര പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മറുനാടൻ മലയാളിയായിട്ടുള്ള കരുൺ നായരും ഡാനിഷ് മലയവാറുമാണ് കേരളത്തിന് ഇത്രയധികം തിരിച്ചടിയായത്. അല്ലെങ്കിൽ കേരളത്തിൻ്റെ കിരീട പ്രതീക്ഷകളെ ഇല്ലാതാക്കിയത് കരുൺ നായരും ഡാനിഷ് മലയവാറും ചേർന്നാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ ഫൈനൽ പോരാട്ടം സമനിലയിൽ കലാശിച്ചതോടെ ആദ്യ ഇന്നിങ്സിലുണ്ടായ 37 റൺസ്, ആ ഒരു 37 റൺസിൻ്റെ മാത്രം കരുത്തിലാണ് വിദർഭ കിരീടം ചൂടിയത്. വിദർഭയെ സംബന്ധിച്ചിടത്തോളം ഇത് മൂന്നാമത്തെ രഞ്ജി ട്രോഫി കിരീടമാണ്. എങ്കിൽ പോലും കേരളം അഭിമാനത്തോടു കൂടി തന്നെയാണ് മടങ്ങുന്നത്. കേരളം മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചു എന്ന് തന്നെ പറയാം. ഇത് 5 ദിവസത്തെ കളിയായിരുന്നു. ആ 5 ദിവസത്തെ കളിയിലും പല സമയങ്ങളിലും വിദർഭയെ വലിയ രീതിയിൽ തന്നെ പിടിച്ചു കെട്ടാൻ കേരളത്തിനായിട്ടുണ്ട്. 19ാമത്തെ ഓവറിൽ കരുൺ നായരുടെ ഒരു ക്യാച്ച് കേരളത്തിൻ്റെ അക്ഷയ് ചന്ദ്രൻ വിട്ടുകളഞ്ഞതാണ് ഒരു പക്ഷേ കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ചത് എന്ന് പറയാം. കരുൺ നായർ 31 റൺസിന് നിൽക്കുമ്പോഴാണ് ആ ക്യാച്ച് അക്ഷയ് ചന്ദ്രൻ വിട്ടുകളയുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് കരുൺ നായർ ഔട്ടായിരുന്നുവെങ്കിൽ ഈ കളിയുടെ ഫലം തന്നെ നേരെ തിരിച്ചാകുമായിരുന്നു എന്നാണ് വിദഗ്ധരെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത്. കാരണം അത് കഴിഞ്ഞ് ക്രീസിൽ പിടിച്ചു നിന്ന കരുൺ നായർ സെഞ്ചുറിയും കൊണ്ടാണ് മടങ്ങിയത്. ആ ഒരു കൂട്ടുകെട്ട്, ഈ ഡാനിഷ് മലയവാർ കരുൺ നായർ കൂട്ടുകെട്ട് ഈ ഒരു ടൂർണമെൻറ്റിലുടനീളം വിദർഭയ്ക്ക് വലിയ കരുത്ത് ഏകിയിട്ടുണ്ട് എന്നുള്ളതാണ്. 2 ഇന്നിങ്സുകളിലും ഈ ഒരു കൂട്ടുകെട്ട് തന്നെയാണ് വലിയ രീതിയിൽ കേരളത്തിന് എതിരായിട്ടുള്ളത്. 135 റൺസ് വരെ നേടിക്കൊണ്ടാണ് കരുൺ നായർ ഈ കളിയിൽ തിളങ്ങിയത് എന്നുള്ളതാണ്. ഈ ഒരു രഞ്ജി ട്രോഫിയിൽ മൊത്തം എടുത്തു നോക്കുകയാണെങ്കിൽ കരുൺ നായരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സെഞ്ചുറി അടിച്ചതിന് ശേഷം കരുൺ നായർ കൈവിരലുകൾ ഉയർത്തി 9 വിരലുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് താൻ 9 സെഞ്ചുറി തികച്ചു എന്ന് കാണിക്കുന്ന ആ ഒരു ദൃശ്യം വളരെയധികം വൈറലായിരുന്നു. അത്തരത്തിൽ മറുനാടൻ മലയാളി ആണെങ്കിൽ പോലും കരുൺ നായരുടെ സെഞ്ചുറികളും കരുൺ നായരുടെ ഒരു ബാറ്റിംഗ് മികവും തന്നെ വിദർഭയ്ക്ക് വലിയ രീതിയിൽ മികവേറ്റിയിട്ടുണ്ട് എന്ന് പറയാം. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എടുത്തു പറയാനുള്ള ഒരു ആൾ എന്ന് പറയുന്നത് ക്യാപ്റ്റൻ സച്ചിൻ ബേബി തന്നെയാണ്. ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ 98 റൺസിന് പുറത്തായതാണ് ഒരു നിലനിൽക്കുന്ന ഒരു സങ്കടം എന്ന് പറയുന്നത്. സെഞ്ചുറിയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് ഔട്ടാവുകയായിരുന്നു. ടോസ് നേടിയ കേരളം ബോളിംഗ് തിരഞ്ഞെടുക്കുകയും വിദർഭയെ ബാറ്റിങ്ങിന് അയക്കുകയുമായിരുന്നു. അത്രത്തോളം ആത്മവിശ്വാസത്തിൽ ബോളിംഗ് തിരഞ്ഞെടുത്തുവെങ്കിലും അത്തരത്തിൽ മികച്ചൊരു പ്രകടനം കേരളത്തിന് കാഴ്ചവെക്കാനായിട്ടില്ല എന്ന് വേണം പറയാൻ. എങ്കിലും 379 പന്തിൽ എല്ലാവരെയും പിടിച്ചു കെട്ടാൻ കേരളത്തിനായി. എങ്കിലും വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കേരളത്തിന് ആദ്യ ഇന്നിങ്സിൽ കഴിഞ്ഞിരുന്നില്ല. അതിനിടെയാണ് ഈ ക്യാച്ച് വിട്ടുകളയുന്നത്, അക്ഷയ് ചന്ദ്രൻ ക്യാച്ച് വിട്ടുകളയുന്നത്. കരുൺ നായർ ഏതാണ്ട് 280 പന്തുകളാണ് നേരിട്ടത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ഫോറുകളും 2 സിക്സുകളും ഉൾപ്പെടെ ബൗണ്ടറികളുടെ ഒരു നിര തന്നെ കരുൺ നായരുടെ ഇന്നിങ്സിൽ ഉണ്ടായിരുന്നു. ഈ രഞ്ജി ട്രോഫി ഫൈനലിൽ മാത്രം കരുൺ നായർ 2 സെഞ്ചുറികൾ നേടുകയുണ്ടായി. എന്തായാലും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 8000 റൺസ് എന്ന നാഴികക്കല്ലും കരുൺ നായർ ഈ ഒരൊറ്റ മത്സരത്തിൽ പിന്നിട്ടു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഫൈനലിൽ എത്തി എന്ന് പറയുന്നത് തന്നെ കേരളത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാനാവുന്ന, അതുപോലെ തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു പടി തന്നെയാണ് ഫൈനൽ വരെ എത്തി എന്നുള്ളത്. മാത്രമല്ല വിദർഭ പോലെ 3 തവണ രഞ്ജി ട്രോഫി കിരീടം ചൂടിയിട്ടുള്ള ഒരു ടീമിനെ, നിരന്തരമായി രഞ്ജി ട്രോഫിയിൽ കൃത്യമായ ആധിപത്യം പുലർത്തി വരുന്ന ഒരു ടീമിനെ, അത്രത്തോളം പരിചയ മികവും കൃത്യമായ കളിക്കാരുമുള്ള ഒരു ടീമിനെ വെറും 37 റൺസ്
വ്യത്യാസത്തിൽ പിടിച്ചു നിർത്താനായി എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യമല്ല. വലിയൊരു മാർജിനുള്ള വിജയം എന്നതിൽ നിന്ന് ആദ്യ കളിയിൽ പോലും വെറും 37 റൺസിന്റെ ലീഡ്, അതിനുശേഷമുള്ള കളിയിൽ ഒരു സമനില എന്ന രീതിയിൽ പിടിച്ചു കെട്ടാനായത് കേരളത്തിന്റെ ക്രിക്കറ്റ് ഭാവിക്ക് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. വരും കാലങ്ങളിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഗൃഹപാഠം ചെയ്തുകൊണ്ട് മൈതാനത്ത് ഇറങ്ങുകയാണെങ്കിൽ നേടിയെടുക്കാവുന്ന സ്വപ്നങ്ങൾ അകലെയല്ല എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് കേരളത്തിന്റെ ഫൈനൽ പ്രവേശം എന്തായാലും നൽകുന്നത്. കേരളത്തിന്റെ ആദ്യ ഫൈനൽ പ്രവേശമായിരുന്നു ഇത്. എന്നിട്ട് പോലും ആ കൃത്യമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ കൃത്യമായി കളിക്കാൻ കേരളത്തിനായിട്ടുണ്ട്. എന്തായാലും വിദർഭ ഈ ഫൈനലിൽ കിരീടം ചൂടിയിരിക്കുകയാണ്. സമനിലയിൽ കലാശിച്ചതോടെ ആദ്യ ഇന്നിങ്സിലെ വെറും 37 റൺസിന്റെ ആ ഒരു മികവിലാണ് വിദർഭ കിരീടം ചൂടിയത്. ഹരിത, വിശദാംശങ്ങളാണ് അതുല്യ രാമചന്ദ്രൻ നൽകിയത്.